ജാനു, നീ എന്നാ വന്നത്? ഇന്ന് വന്നതേ ഉള്ളൂ. ഒന്നാം വിരുന്നിന് വന്നതാ. എന്നിട്ട് ജാനുന്റെ ആളെവിടെ? എണീറ്റില്ല, ഉറക്കം തന്നെ ഉറക്കം. എങ്കി വല്യമ്പ്രാട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാലോന്ന് കരുതി ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് പോന്നതാ. പുകല കൊടുത്ത് തൊട്ട് വന്നിക്കടി മോളെ. പുകയിലയോ? എനിക്കെന്തിനാന്നാണ് ഈ പുകയില? അതങ്ങോട്ട് വാങ്ങിച്ചോണ്ട് അവളെ തമ്പ്രാട്ടി അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാനോ? ഈ ഞാനോ? മേലേക്കോലത്തെ ഇപ്പോഴത്തെ മൂപ്പ് തമ്പ്രാട്ടിയാ. നാളെ മരിക്കുന്നത് വരേക്കും പഴയതൊന്നും തെറ്റിക്കുകയില്ല. അങ്ങോട്ട് കൊടുക്കടി മോളെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിനക്കവിടെ സുഖല്ലേ കുട്ടിയെ? സുഖാണ് തമ്പ്രാട്ടി. വരെ ചോദിക്കട്ടെ. ജാനുവിനെ കാണാനിപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആരാ നിന്നെങ്ങനെ ആക്കിയെടുത്തത്? നിന്റെ ആളോ? ഞാൻ നന്നായിരിക്കണോ കൊച്ചുംപ്രാട്ടി? കൊള്ളാം. നീ അവിടെ പോയിട്ട് എന്താ ഈ ചെയ്യണത്? എന്ത് ചെയ്യാൻ? ആഹാരം ശരിക്കും കഴിക്കുന്നുണ്ടാവും. അയ്യോ ഇല്ല, ഇവിടെ കഴിച്ചതിനേക്കാൾ വളരെ കുറച്ച് അവിടെ ചെന്നിട്ട് കഴിക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ എന്താ ഇങ്ങനെ? അത് കൊച്ചുംപ്രാട്ടിയുടെ കല്യാണം കഴിയുമ്പോ മനസ്സിലാവും. അതെങ്ങനെയാ? കല്യാണം കഴിഞ്ഞു വെച്ചാ ആഹാരം ഇല്ലാണ്ടും തടിക്കോ? അതെന്തൊരു സൂത്ര? അതൊന്നും പറഞ്ഞാ കൊച്ചുംപ്രാട്ടിക്ക് മനസ്സിലാവില്ല. നീ ഇരുന്നേ. നിന്റെ ആളിന് നിന്നോട് ഇഷ്ടാണോ? അതെ, നല്ല ഇഷ്ടാ. നിന്റെ ആളിനെ നീ എന്താ വിളിക്കുക? ചേട്ടൻ. ഹായ് ചേട്ടൻ. വിളിക്കാൻ നല്ല സുഖല്ലേ? മനസ്സിലങ്ങട്. സംഭാവന പിരിവുകാരാണ് തോന്നുന്നത്. പിരിവുകാരാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എപ്പ വരൂന്ന് പറയണം. ഇനി വരികേല, ചത്തുപോയി. ചത്തുപോയെന്നാ? അങ്ങോട്ട് ചെന്ന് നുണ പറഞ്ഞ് പാവം തലയ്ക്ക് വലിച്ചു കയറ്റുന്നത് എന്തിനാ? കുറച്ചു നേരം വിളിച്ചിട്ട് അവരങ്ങോട്ട് പൊക്കോളും. ഹലോ മോൻ, ഫാദറില്ലേ ഇവിടെ? അകത്തുണ്ടല്ലോ. ഒന്നിട്ട് വിളിക്കാമോ? വേണ്ട, അങ്ങോട്ട് എന്നാ മതി. നീ കൂടെ വാ. ഞാൻ വന്നാ കുഴയും. നിങ്ങൾ നേരെ കയറി പോയിക്കോ. ചെല്ലട്ടെ. ആ. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പോയല്ലോ. പൊപ്പായോ? ആര്? എന്തോന്ന്? ആ, നമസ്കാരം മുരളി. ആ, നമസ്കാരം നമസ്കാരം. ദേ ഇങ്ങാട്ടിരി ഇങ്ങാട്ടിരി. ഒരാളത് അങ്ങാട്ടിരി. ഇങ്ങാട്ടുവാരോ? എന്ത് എന്താ നെല്ലി? താൻ എല്ലാത്തിനെയും കൂടെ വിളിച്ച് മുറി കയറ്റിയ. അപ്പൊ മുതലാളി ഇതിനെ പുറത്തേക്ക് തല നീട്ടിയത് അതല്ലേ കുഴപ്പമായത്? പിന്നെ അവര് വന്നെന്നും പറഞ്ഞ് തല കൊണ്ടിയെന്ന് തണ്ടാം. ഓ, പറ്റില്ല പറ്റില്ല. മുതലാളിക്ക് ബുദ്ധിമുട്ടായി കാണും. ഏയ്, എന്നാ ബുദ്ധിമുട്ട്? ഇതിൽ ചിലരെ എല്ലാം കണ്ടിട്ടുള്ള പോലെ തോന്നണുണ്ടല്ല. കണ്ടു കാണും മുതലാളി. സ്റ്റുഡൻസ് അല്ലേ? ഞങ്ങൾ കോളേജിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ കോളേജ് ഡേ ആണ്. എന്ന് വെച്ചാ വാർഷികം. ഇവിടെ നിന്ന് വലിക്കണം മുതലാളി. അയ്യോ, പിന്നെ മറ്റവനായിരിക്കും. അതെ, പിടിച്ചോ പിടിച്ചോ. ഒരെണ്ണം നോക്കുന്നോ? വേറെ ഉണ്ടേ? വേണ്ട വേണ്ട, വാപ്പൻ ചുമക്കും. പിന്നെ എന്നൊക്കെ ഏത് പരിപാടികള്? കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട്. ആ, അപ്പൊ കൂവും കുറുക്കുവിളിയും കാണുമെന്നുള്ളത് കല്ലേക്കിട്ട്. കായിക മത്സരങ്ങളും ഉണ്ട്. ആ, അപ്പൊ കല്ലേറും കത്തിക്കുത്തും ഇല്ല. അതൊക്കെ എങ്ങനെ കിടക്കും മുതലാളി? കോളേജ് പിള്ളേരല്ലേ? വാസ്തവം വാസ്തവം. അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. പിള്ളാരല്ലേ. തീർന്നില്ല മുതലാളി. വൈകുന്നേരം ഒരു സമാപന സമ്മേളനം കൂടി ഉണ്ട്. അതായത് ഈ കലാശക്കോട്ട. വേണം വേണം, അത് വേണം. അതില്ലാതെ പറ്റുകയില്ല. മുതലാളിയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ചീഫ് ഗസ്റ്റ്. ആരപ്പാ? പ്രധാന അതിഥി. ആ, അത്രേ ഉള്ളൂ. ഞങ്ങൾ റോഡിൽ നിന്ന് തന്നെ താലപ്പൊലിയോടുകൂടി മുതലാളിയെ സ്വീകരിച്ചുകൊണ്ട് പോകും. സന്തോഷമായില്ലേ മുതലാളി? ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതൊക്കെ മുമ്പ് ഇതുപോലെ വിളിച്ചണ്ട് പോയവരെയെല്ലാം അവിടെ തന്നെ മൂടിയ അവരുടെ വീട്ടിലാട്ട് കൊടുത്തു വിട്ട? എന്ന് വെച്ചാൽ ഈ താലപ്പൊലിയായിട്ട് അകത്താട്ട് കൊണ്ടുപോണവരെയൊക്കെ പച്ചോല കെട്ടിയാണല്ല പുറത്താട്ടിറക്കണത്. അതുകൊണ്ട് ചോദിച്ചു പോയതാണ് കേട്ടാ. ഈ ജാതി ഫലിതങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഔവേ, മിസ്റ്റർ കൊച്ചുമാവ, അതേറ്റിരിക്കണ്. അവിടെ എന്നതാണ് ഈ നോക്കണത്? കൊച്ചുവാവതേ ഇവിടെ ഉണ്ട്. അന്തരീക്ഷത്തിൽ ചെന്താമര.
വെണ്ടുരുത്തിയിൽ കുന്തിരിക്കം. അതിരിക്കട്ടെ, ഇത് നിങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസറാണോ അതോ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ? ആ സാരമില്ല, ചോദിച്ചോ. അതെല്ലാം പോട്ടെ മുതലാളി, നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. മുതലാളിയെ കൊണ്ടുപോകാൻ ഞങ്ങൾ കാറുമായിട്ട് വരും. എന്നാത്തിന് വിളിച്ചണ്ട് പോയേച്ചുവേ, ചാക്കിലി കെട്ടിക്കൊടുത്തയക്കാൻ വാപ്പനെ കിട്ടുകയില്ല. മക്കവോ. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങളൊന്നും ഈ വർഷം ഉണ്ടാകില്ല മുതലാളി. ഈ വർഷം കോളേജ് യൂണിയൻ വേറെ പാർട്ടിക്കാണ്. പക്ഷേങ്കി കൂമ്പ എല്ലാ പാർട്ടിക്കാരുടെ ഒച്ച ഒരുപോലെ ഇരിക്കുവല്ല, അതല്ലേ കുഴപ്പം. ചുരുക്കി പറഞ്ഞ മുതലാളി വരില്ല അല്ലേ? നിങ്ങൾ എന്നിട്ടേ നിങ്ങളെ ഈ പരുവത്തിലാക്കി എടുത്തവരെ വിളിച്ചണ്ട് പോയി ചെരിക്കൊന്ന് പൂശ്. പാപ്പനെ വിട്, പക്ക പോ. വെറും കൺട്രി. പോവാ, വാ നമുക്ക് പോവാ. ഒരു സാധനം. അപ്പളേ ഇങ്ങാട്ട് വന്നേ. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പോവാനാ? ഇതും കൂടെ എടുത്തണ്ട് പോ. പണിമുടക്ക് സമരം സിന്ദാബാദ്. ത്രികക്ഷി തീരുമാനം നടപ്പിലാക്കുക. കൊച്ചുവാ മുതലാളിയുടെ കാട്ടുഭരണം അവസാനിപ്പിക്കുക. നിയമം ലംഘിച്ച കൊച്ചുവാ മുതലാളിയെ പ്രോസിക്യൂട്ട് ചെയ്യുക. കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ? കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ? കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ? കൊച്ചുവാവേ കള്ളുവാറ്റാൻ ഞങ്ങളില്ലേ? നിങ്ങ ഇങ്ങനെ കൊച്ചുങ്ങളെ ഉറക്കണത് പോലെ പാടിക്കൊണ്ടിരുന്നാലേ കൊച്ചുവാവ നടക്കണ വഴിക്ക് ഉറങ്ങിപ്പോകും. അതുപോട്ടാ, വല്ലതും കഴിച്ചണ്ടാണ് ഈ വിളിയൊക്കെ വിളിച്ചു കൂട്ടണം. ഒന്നും കഴിച്ചില്ല മുതലാളി. കണ്ടാ വിവരദോഷമല്ലേ കാണിക്കണത്? എടോ സാറേ, തന്നാട് ഞാൻ പറഞ്ഞിട്ടില്ലോടോ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇവരുടെ കാര്യം വേണ്ട പോലെ നോക്കിക്കൊള്ളണമെന്ന്. എന്നിട്ട് താനിത് ആരട? എടോ ഈ വിളിച്ചു പറയണതേ ഉമ്മണിത്തെണ്ണുള്ള കാര്യമാണ്, അറിയായ? കൊച്ചുവാവനെ എന്നാ ചെയ്യണോന്നാണോ ഇവര് വിളിച്ചു പറയണത്? പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന്. എന്ന് വെച്ചാ അതായത് പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം പ്രസാദിപ്പിക്കണം, അങ്ങനെയും പറയാം. അങ്ങനെ ചെയ്യണോന്ന് ഉടയ തമ്പുരാനാട് വിളിച്ചു പറയുകയായിരുന്നു അല്ലേ? അതെ, അങ്ങനെ ചെയ്യണമെന്ന് മുകളിലോട്ട് പറയായിരുന്നു. ഒരർത്ഥം പറച്ചിലുകാരൻ നടക്കണ്. എടോ താൻ തെങ്ങ കേറിയിട്ടുണ്ടാ? തെങ്ങിലോ? ആ ഉണ്ടല്ലോ. വെടല വിരിക്കാനല്ല, ചെത്താൻ കേറിയിട്ടുണ്ടാ? ചെത്താനോ? ആ ഇല്ലല്ലോ. എന്നാ കൊച്ചുവാവ കേറിയിട്ടുണ്ട്, ചെത്താൻ. അല്ല, പഷ്ടി ചെത്തുകാരനായിരുന്നു കേട്ടാ. ഒരു ദിവസം ചെത്താൻ കേറിയില്ലെങ്കിൽ ചെത്തുകാരനും ചെത്തുതെങ്ങിനും എന്തും വേണ്ട ഏതൊക്കെയുണ്ടെന്ന് തനിക്കറിയായ. അതിനിടെ വിളിച്ചു പറയുകയും കൂടി ചെയ്താലാ പിന്നെ പറയാനുണ്ടാ? താന്തേ ഇവർക്ക് വയറു നിറച്ച് എന്നാങ്കിലൊക്കെ മേടിച്ചു കൊടുത്തേച്ച് പുറകെ വന്നേര്. ഞാൻ മറ്റേ ഷാപ്പിലുണ്ടാകും. ഇയാളിതെന്ത് മനുഷ്യനാ? ഞാനും അത് തന്നെ ചോദിക്കണേ. ഇയാൾ എന്ത് മനുഷ്യനാ? ഇയാളുടെ പുറകെ നടക്കാൻ സാറിന് നാണാവില്ലേ? ജോലി തരൂ, കൂലി തരൂ, റേഷൻ വാങ്ങാൻ കാശ് തരൂ. ഏറ്റോ? എന്തോന്ന്? ജോലി തരൂ, കൂലി തരൂ, റേഷൻ വാങ്ങാൻ കാശ് തരൂ. ഏറ്റോന്ന്. ഞങ്ങളെങ്ങനെ കേൾക്കാനാ? എന്നാ അതേ കേൾക്കണം. ഞാൻ അയാളുടെ പിന്നാലെ നടന്ന് തെറിയേട്ടോളാം. 1-ാം തീയതി തോറും കറക്റ്റായിട്ട് അയാൾ ശമ്പളം തരും. കുട്ടികളെ പോരണം, അതുകൊണ്ടാ. മനസ്സിലായോ? ഒവ്വേ ഒവ്വ ഒവ്വ കൊച്ചു വെക്കട്ടെ. ഒവ്വ കടി മരമങ്കെ. നിന്നാണ് പറഞ്ഞറിയാ എടുക്കാൻ? ഓടി വന്നേക്കാണ് ഫോൺ ചെയ്യാൻ. എന്ത് നിശ്ചയാണെന്നറിയായ? നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച? അല്ലോ, സാരയില്ല, കൊച്ചുവാവേണേ. ആ ആ ആ നമ്മക്കെടുക്കാം.
നുമ്മക്കെടുക്കാന്ന് ആ ഏറ്റന്ന് എടുക്കാം. പുള്ളമേനനാ ആ പുളുന്താൻ ഇവിടെ ഇല്ല, കൊടുത്തു വിടാം. ആ ഇട്ടേക്കട്ടെ. Thanks. എടോ മറ്റടുത്ത സാറേ, തന്നാട് ഞാൻ എന്നതാണ് പറഞ്ഞത്? മുതലാളി എന്നോട് പറഞ്ഞത് ആ പറഞ്ഞത് നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണം? ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയതല്ലേ? ആ പോയ എന്നായെങ്കിലും കൊണ്ടുവാ. ഓ പറയടോ. മുതലാളി എന്നോട് പലതും പറയാറുണ്ട്, അതിലേതാണെന്ന് വെച്ചിട്ട്. എടോ തന്റെ കൈ ഞാൻ ഒപ്പിട്ട് തന്ന ചെക്കല്ല എവിടെ? ഓ ചെക്കോ, അത് ഇതിലുണ്ട്. അത് തന്റെ മറ്റടത്ത് വെച്ചിട്ടാ മതിയാ. എടോ അവർക്കെല്ലാം തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ഓരോരുത്തന്റെ ആഫീസിൽ കൊണ്ടിന്ന് കൊടുക്കാൻ പറഞ്ഞല്ലേ ഞാൻ തന്റെ കൈ ചെക്ക് ഒപ്പിട്ട് തന്നത്. അതെ. കാണാഞ്ഞിട്ടൊരു കൂട്ടരുതേ ഇപ്പൊ വിളിച്ചു ചോദിച്ചിരിക്കുന്നു ഫോണേ. അത് സാരില്ല മുതലാളി, ഓരോ പാർട്ടിയുടെയും ഇലക്ഷൻ ഓഫീസിൽ ഇന്ന് തന്നെ ചെക്ക് എത്തിച്ചേക്കാം, അതുപോലെ. മറക്കരുതും. ആ പിന്നെ ജീപ്പും കാറും ആരിക്കെല്ലാം വേണമെന്ന് ചോദിച്ചെണ്ട് പോന്നം. നമ്മുടെ ഉള്ളിടത്തോളം കൂടെ പോരാതെ വന്നാ വാടകക്കെടുത്ത് കൊടുക്കണം. ഇല്ലെന്ന് പറയരുതും. ശരി മുതലാളി. ഓ ഇന്നലെ നമ്മക്കൊരു പുത്തങ്കാറ് വന്നിട്ടുണ്ടല്ല, ഉം. എന്നതാണ് അതിന്റെ പേര്? പോരട്ടെ 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 ഇങ്ങട് പോരട്ടെ. ഛെ, നാക്കിന്റെ തുമ്പത്തിരിക്കണ്. മെഴ്സിയുടെ ഇറക്കി വീട് മുതലാളി. ഛെ, ആ പോരട്ടെ. ആ ആ ആ ഉം, ആ ആ ആ ഇങ്ങട് പോരട്ടെ പോരട്ടെ പോരട്ടെ. ഒടിഞ്ഞ് പോരട്ടെ, ഒടിഞ്ഞ്. ആ ആ ആ ആ മെനുസസ് എന്താന്ന് ചിരിക്കണ? മുതലാളി ഇപ്പൊ ഈ പറഞ്ഞത് നമുക്കുള്ളതല്ല, അത് വേറെ പാർട്ടിയുടേതാ. നമ്മുടേതിന്റെ പേര് മെഴ്സിഡസ് ബെൻസ് എന്നാ. ആ എന്നാ കശവിശയെങ്കിലും ആകട്ടെ, താനത് ആരിക്കാണ് കൊടുക്കാൻ പോണത്? അത് മുതലാളിയോട് ചോദിച്ചിട്ട് കൊടുക്കൂ. ആർക്ക് കൊടുക്കണം? എടോ സാറേ, എന്തോ? അടുത്ത മുഖ്യൻ ആരായിരിക്കുമെന്ന് വല്ല പിടിപാട് ഉണ്ടാ? അത് നമ്മുടെ മറ്റേ പുള്ളി തന്നെ ആയിരിക്കും മുതലാളി. ആഹാ. ആ അതിനു വേണ്ടിയല്ലേ അവര് പുള്ളിക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കണേ. ആ എങ്കിലേ പുത്തമ്പണ്ടി പുള്ളിക്കാരന് കൊടുത്താ മതി. ആ. വേറെ വല്ലവരിക്കും ഒന്നും കൊണ്ട് കൊടുക്കരുതും. ഒന്നാമത് കൊണ്ടീഷൻ കാറാണ്. അതെ അതെ, എയർ കണ്ടീഷൻ. എയർ കണ്ടീഷൻ. അതന്നെ അതന്നെ. മൂടിക്കൊണ്ട് വരാൻ മേലടി, ദൃഷ്ടിദോഷം ഉണ്ടാവില്ലാടി. ഇങ്ങോട്ട് കാട്ട്. താമല്ലതും കുടിച്ചാടോ? ഓ അത് സാരില്ല. ഇപ്പൊ ഞാൻ കുടിക്കട്ടെ. കുടിക്കാൻ എന്നെങ്കിലും കൊണ്ട്